Anybody? This call is now being recorded. Okay, fine. It's being recorded. Start here. Fine. Developmental biology la പ്രധാനമായിട്ടും ആദ്യം എൻ്റെ ഇൻട്രൊഡക്ടറി ഭാഗം നമ്മൾ ഒന്ന് പറഞ്ഞു വിട്ടതാണ്. അതിൻ്റെ വീഡിയോസും നോട്ട്സും ഒക്കെ നിങ്ങൾ കണ്ടിരുന്നു, റൈറ്റ്? കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്ന നോട്ട്സ് ഭാഗം നിങ്ങൾ നോക്കിയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അസൈൻമെന്റ് തന്നത് പലരും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, അയച്ചു തന്നിട്ടുണ്ട്, എല്ലാവരും തന്നിട്ടില്ലെങ്കിൽ കൂടി. ഓക്കെ, സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പ്ലസ് ദ സ്ട്രക്ചർ ഓഫ് ആൻ ഓവം, സ്ട്രക്ചർ ഓഫ് എ സ്പെർം ആൻഡ് ഹൗ ദീസ് ഗാമീറ്റ്സ് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ മിസ് അതിന്റെ മെയിൻ ഭാഗങ്ങൾ ഒന്ന് ബ്രീഫ് ചെയ്തായിരിക്കും വിടുന്നത്. ഫൈൻ. നൗ യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് നമ്മൾ ഇച്ചിരി ലാഗായിട്ടാണ് ഈ സെം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ. നവംബർ ആദ്യം തുടങ്ങേണ്ടതായിരുന്നു, ബട്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഡിലേ വന്നത്. സോ എനി ഹൗ വീൽ ഹാവ് ടു മൂവ് എ ലിറ്റിൽ ക്വിക്ലി. അതുകൊണ്ട് ഇടയ്ക്ക് വീൽ ഹാവ് ടു ഡു ദിസ് ഗൂഗിൾ മീറ്റ്, എന്നാൽ മാത്രമേ ഇച്ചിരി വേഗത്തിൽ പോകത്തുള്ളൂ. സോ ഡെവലപ്മെന്റ് ബയോളജിയുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫൈൻ. അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ആസ് യു ഓൾ നോ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സ്ത്രീകളിലുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്താണ് അല്ലെ? ഓവറി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന യൂട്രസ്, അതിന്റെ സ്ട്രക്ചർ ഇറ്റ് ഇസ് ഷോൺ ഓവർ ഹിയർ അല്ലെ. ഓവറിയുടെ സ്ട്രക്ചർ നോക്കിക്കേ, ഒരു ഓവോയിഡ് സ്ട്രക്ചർ ആണ്. ഓവോയിഡ് സ്ട്രക്ചർ ആണ്. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി ആ ഒരു പെൽവിക് റീജിയനിലായിട്ട് കിടക്കുന്ന ഓവോയിഡ് സ്ട്രക്ചർ ആണ് ഓവറി എന്ന് പറഞ്ഞ ഒരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. പിന്നെ ഇതൊരു ആമിന്റെ ഷേപ്പിലാണ് ഇത് കിടക്കുന്നത് അല്ലെ. ആം, കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെയാണ് അത് കിടക്കുന്നത്. ഈ ഓവറിയുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ ഫാലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഫാലോപ്പിയൻ ട്യൂബിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന ഇച്ചിരി എക്സ്പാൻഡഡ് പോർഷൻ വിച്ച് ലുക്സ് ലൈക്ക് ആ ഫിംഗേഴ്സ്, അതിന് ഫിംബ്രിയെ എന്ന് വിളിക്കുന്നു. ആ ഫിംബ്രിയാണ്, ഫാലോപ്പിയൻ ട്യൂബിൽ ഫിംബ്രിയാണ് ഓവറിയിൽ നിന്നുള്ള എഗ്. ഓവറിയിൽ നിന്ന് പുറത്തേക്ക് ബോഡി ക്യാവിറ്റിയിലേക്കാണ് എഗ്ഗിനെ ഇടുന്നത്. ആ ക്യാവിറ്റിയിലേക്ക് വീഴുന്ന എഗ്ഗിനെ പിടിച്ചെടുക്കുന്നത് ഈ ഫിംബ്രിയാണ്, ഫാലോപ്പിയൻ ട്യൂബിന്റെ ഈ ഫിംബ്രിയ. അങ്ങനെ ഫാലോപ്പിയൻ ട്യൂബ് വഴി, ഫാലോപ്പിയൻ ട്യൂബിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ആ ഫെർട്ടിലൈസ്ഡ് ആയി ഡെവലപ്പ് ആകുന്ന സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രിയോ വന്ന് ഇംപ്ലാന്റഡ് ആകുന്നത് യൂട്രസിലാണ്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലും ഫാലോപ്പിയൻ ട്യൂബ് ക്രോസ് ചെയ്ത് യൂട്രസിലൂടെ പാസ് ചെയ്ത് വജൈന വഴി പുറത്തേക്ക് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് എവ്രി മന്ത്. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ചെറിയ സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ കാണിക്കാത്ത അല്ലെങ്കിൽ മാർക്ക് ചെയ്യാത്ത ഒന്ന് രണ്ട് പാർട്സും കൂടെ ഞാൻ പറയാം. ഫിംബ്രിയെ ഞാൻ പറഞ്ഞു, ഫാലോപ്പിയൻ ട്യൂബിന്റെ ആ വിരല് പോലത്തെ ഭാഗത്തിനാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. പിന്നെ വജൈന ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, വജൈനൽ പോർഷൻ. അതിന്റെ ആ ഒരു നാരോ ട്യൂബ് വജൈനയിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു ട്യൂബുലാർ പോർഷനാണ് സെർവിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർത്ത് കനാൽ. ആ ബർത്ത് കനാലിലൂടെയാണ് നോർമൽ ഡെലിവറി ആണെങ്കിൽ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡെലിവറിക്കൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ദിസ് ബർത്ത് കനാൽ. ആ ബർത്ത് കനാല് പ്രോപ്പറായിട്ട് ഡയലേഷൻ നടന്നിട്ടില്ലെങ്കിലാണ് അവിടെ കുട്ടി അവിടെ കുറച്ചു നേരം ഹോൾഡ് ഓൺ ചെയ്തിരിക്കാനുള്ള ഒരു ചാൻസ് ഉള്ളത്. കാരണം അത് നാരോവർ റീജിയൻ ആണ്. ആ ഭാഗമൊക്കെ വികസിച്ച് വരും നോർമൽ ഡെലിവറിയുടെ സമയത്ത്. അങ്ങനെയാണ് കുട്ടി പുറത്തേക്ക് വന്നത്. അപ്പൊ സെർവിക്കൽ കനാൽ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. സെർവിക്സ് ഇൻഫാക്ട് ഇറ്റ്സ് ഇൻഡിക്കേറ്റഡ് ഓവർ ഹിയർ, സെർവിക്സ്. Yeah, so this is the basic structure of the female reproductive organ. Okay, അപ്പോൾ ഓവറി ആണ് നമ്മുടെ ഓർഗൻ എന്ന് പറയുന്നത്.
ഓവറി ആണ്. അതിന്റെ അസിസ്റ്റ് ചെയ്യുന്ന ചില ആക്സസറി ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും അസിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. അസിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ ബാക്കി ഭാഗങ്ങളെ പെടുത്താവുന്നതാണ്. ഇപ്പൊ ജെനൈറ്റൽ ട്രാക്ട്, വജൈന, സെർവിക്സ് ഒക്കെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ആ സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് ഫെർട്ടിലൈസേഷൻ ഒക്കെ, ഫെർട്ടിലൈസേഷൻ ആണെങ്കിലും എഗിന്റെ റിലീസ് ആണെങ്കിലും പ്രോപ്പർലി നടക്കാൻ ബാക്കി ഭാഗങ്ങളുടെ ആവശ്യമുണ്ട്. അതൊക്കെയാണ് ആക്സസറി സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വി ആർ മൂവിങ് ഓൺ ടു ഇറ്റ്സ് സ്ട്രക്ചർ. ഒരു ഓവറിയുടെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ അതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഓവറി എന്ന് പറഞ്ഞാൽ ഏകദേശം 4 to 5 സെന്റിമീറ്റർ ലെങ്ത് ആണ് അതിന്. ഏകദേശം അത്രയും ലെങ്ത് ഉള്ളൊരു 4 to 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ എടുത്ത് നോക്കിയാൽ അറിയാം. ആ ഒരു ഇത്രയും ഭാഗം നമ്മുടെ ഫുൾ വിരൽ നീട്ടി വെച്ചാലുള്ള എത്ര ലെങ്ത് ആണ്, അതാണ് 15 സെന്റിമീറ്റർ തന്നെ. അപ്പൊ അതിന്റെ ഒരു 1/3 ഭാഗമേ ഇതിന് ആകെ മൊത്തമുള്ള ഒരു ലെങ്ത് എന്ന് പറയാനുള്ളൂ. അതിന്റെ വിഡ്ത്ത് ആണെങ്കിൽ 2 സെന്റിമീറ്റർ. അത്രയും ചെറിയൊരു അവയവമാണ് ഓവറി എന്ന് പറയുന്നത്. സെക്രീറ്ററി എബിലിറ്റീസ് ഉള്ള ഒരു അവയവമാണ്, അഥവാ എൻഡോക്രൈൻ ഫങ്ഷൻസ് ഉള്ള ചില ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവയവമാണ്. നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ് ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നല്ലേ. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ഇവിടെ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, റൈറ്റ്? സോ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണ്. ഓവറിക്ക് ഒരു ഔട്ടർ പോർഷൻ ഉണ്ട്. ഔട്ടർ പോർഷനെ നമ്മൾ കോർട്ടെക്സ് എന്നും ഉള്ളിലത്തെ ഭാഗത്തിന് മെഡ്യുല എന്നും പറയുന്നു. ആ ഔട്ടർ പോർഷന്റെ ലൈനിങ് അഥവാ കോർട്ടെക്സിന്റെ ലൈൻ ചെയ്തേക്കുന്ന സെൽസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് വെച്ചിട്ടാണ് ഇതിനെ ലൈൻ ചെയ്തേക്കുന്നത്. കോർട്ടിക്കൽ റീജിയനിലാണ് നിറയെ കുഞ്ഞു 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 കുഞ്ഞ് സർക്കിൾസ് നിങ്ങൾക്ക് കാണാം. അത്ര ക്ലിയർ അല്ലെങ്കിലും ചെറിയ മുട്ട് പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും. അതാണ് ഒവേറിയൻ ഫോളിക്കിൾസ്. ഇതിൽ ഓരോരോ ഒവേറിയൻ ഫോളിക്കിൾസ് ആണ് അത് മെച്യൂറായി റൈപ്പൻഡ് ആയി അതിന്റെ ഉള്ളിൽ ഇതിൽ ഓരോന്നും കാണുന്നത്. ഈ ഏറ്റവും വലുതാണ്, ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള ഒവേറിയൻ ഫോളിക്കിളിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. വലിയ സർക്കിൾ, അതിന്റെ ഉള്ളിൽ കുഞ്ഞ് ഓവം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റൈപ്പൻഡ് ആവുന്ന എഗ്ഗുകളാണ് ഓരോ മാസവും ഓരോ ഫോളിക്കിൾ പൊട്ടി ഒരു എഗ്ഗ് പുറന്തള്ളപ്പെടുന്നു എല്ലാ മന്തും. അതിനാണ് നമ്മൾ എന്താണ് പീരിയഡ്സ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ മെഡുലർ റീജിയനിലാണ് നമ്മുടെ ബ്ലഡ് വെസൽസും ലിംഫാറ്റിക് വെസൽസും കണക്റ്റീവ് ടിഷ്യൂവും നെർവ്സും എല്ലാം കിടക്കുന്നത് ഈ പറഞ്ഞ മെഡുലർ റീജിയനിലാണ്. ഇനി ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈപ്പൻ ആയിട്ടുള്ള ഫോളിക്കിളിനെയാണ് നമ്മൾ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഭാഗത്തേക്ക് വരാം. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ സ്ട്രക്ചർ ഹോപ്പ് യു ആർ ഏബിൾ ടു സീ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇതൊരു മെച്യൂർ ഫോളിക്കിളിന്റെ ഒവേറിയൻ ഫോളിക്കിൾ. അത് റിലീസിന് പാകമായ ഓരോ മാസവും റിലീസിന് പാകമായ ഗ്രാഫിയൻ ഫോളിക്കിളിനെയാണ് ഈ കാണിച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? അതിന്റെ കുറേ സെൽസ് ഉണ്ട് അല്ലെ. നോക്കിക്കേ, ഏറ്റവും ഉള്ളിൽ കാണുന്ന ഈ റെഡ് സർക്കിൾ ഇല്ലേ, ഈ റെഡ് സർക്കിളിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓവം എന്ന് പറഞ്ഞ എഗ് സെൽ കാണുന്നത്. അതിന്റെ ന്യൂക്ലിയസ് ആണ് ഈ കാണുന്നത്. അതിനെ ചുറ്റിക്കൊണ്ട് ഒരു ലെയർ ഓഫ്, ഇതെല്ലാം ഫോളിക്കുലർ സെൽസ് ആട്ടോ, ഇതിനെ ചുറ്റിക്കൊണ്ട് ഒരു ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ആ മൊത്തം ലെയർ ഓഫ് സെൽസിനെ, ഈ ഇന്നർ ലെയർ ഓഫ് സെൽസിനെ, ഓവത്തിനെ ജസ്റ്റ് ചുറ്റി നിൽക്കുന്ന ലെയർ ഓഫ് സെൽസിനെയാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്നത്. ഇനി ഈ കൊറോണ റേഡിയേറ്റ വെച്ച് കവർ ചെയ്തേക്കുന്ന ഈ എഗ് സെല്ലിനെ സസ്പെൻഡ് ചെയ്തിട്ടേക്കണം അല്ലെങ്കിൽ തൂക്കിയിട്ടേക്കുന്നത് ഒരു ക്യാവിറ്റിയിലാണ്. ആ ക്യാവിറ്റിക്കാണ് ആൻഡ്രം എന്ന് പറയുന്നത്, അഥവാ ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ക്യാവിറ്റിക്കാണ് ആൻഡ്രം എന്ന് പറയുന്നത്. ഈ ആൻഡ്രം ചുമ്മാ കിടക്കുകയല്ല, ഹോളോ അല്ല, അതിൻ്റെ അകത്ത് ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ്
അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കിടക്കുന്ന ലിക്വിഡിന്റെ പേരാണ് ലിക്കർ ഫോളിക്കുലൈ. ലിക്കർ ഫോളിക്കുലൈ. ഫൈൻ. ഈ ആൻഡ്രത്തിനെ ലൈൻ ചെയ്യുന്ന സെൽസ് ഞാൻ പറഞ്ഞു, അതിന് 2 ലെയർ ഓഫ് സെൽസ് ഉണ്ട്. ആൻഡ്രത്തിനെ ജസ്റ്റ് തൊട്ട് ലൈൻ ചെയ്ത് നിൽക്കുന്ന സെൽസിനെ ട്യൂണിക്ക ഇന്റേണ. ട്യൂണിക്ക ഇന്റേണ എന്ന് പറഞ്ഞ ലെയർ ആണ് ഉള്ളിൽ കാണുന്നത്. ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് പറഞ്ഞ ലെയർ ആണ് പുറമെ കാണുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ഗ്രാഫിയൻ പോളിക്കിളിന്റെ വിവിധ ലെയറുകൾ. ട്യൂണിക്ക എക്സ്റ്റേണ, ട്യൂണിക്ക ഇന്റേണ, പിന്നെ ഒരു ക്യാവിറ്റി ഉണ്ട്, ആൻഡ്രം ഫിൽഡ് വിത്ത് ലിക്കർ ഫോളിക്കുലൈ. ദെൻ ഇന്നമോസ്റ്റ് കവറിംഗ് ഓഫ് ദ എഗ് സെൽ എന്ന് പറയുന്നത് കൊറോണ റേഡിയേറ്റ ആണ്. ഇനി ഈ എഗ് സെല്ലിനെ ലൈൻ ചെയ്തോണ്ട്, ഈ ചുമന്ന ലൈനിങ് ഇല്ലേ, ലൈൻ ചെയ്തോണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് നോൺ സെല്ലുലാർ മെംബ്രെയിൻ ഉണ്ട്. അതിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ചുമന്ന സർക്കിൾ, അതാണ് സോണ പെലൂസിഡ. ഈ സോണ പെലൂസിഡ പൊട്ടിച്ചിട്ടാണ് ഓവുലേഷൻ നടക്കുന്നത്, അഥവാ എഗിന്റെ റിലീസ് ഓരോ മാസവും നടക്കുന്നത്. Now what about this cumulus oophorus? Cumulus oophorus വേറൊന്നുമല്ല, ഈ എഗ് സെല്ലിനെ ആൻഡ്രം എന്ന ക്യാവിറ്റിയിലേക്ക് തൂക്കിയിട്ടേക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു തണ്ട് എന്ന് നമുക്ക് പറയാം. അതാണ് ക്യൂമുലസ് oophorus. ഓക്കെ, അപ്പൊ ദാറ്റ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ സ്ട്രക്ചർ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അഗൈൻ വി ആർ ഗോയിങ് ബാക്ക്. ഇതിന്റെ ഡെവലപ്മെന്റിന്റെ ഒരു സീക്വൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഡെവലപ്മെന്റൽ സീക്വൻസിലേക്ക് പോവുകയാണ്. ഡെവലപ്മെന്റൽ സീക്വൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളിൽ ഈ ഓവത്തിന്റെ ഡെവലപ്മെന്റ്, ഓക്കെ, ഓവറി നമ്മൾ ജനിക്കുന്നതിന് മുന്നേ തന്നെ ഓവറി ഉണ്ടെന്ന് നമുക്കറിയാം, ഇല്ലയോ? ഒരു പെൺകുഞ്ഞ് ന്യൂ ബോൺ ബേബി ഗേൾ ഉണ്ടാവുമ്പോൾ തന്നെ ഓവറി ഉണ്ട്. ഓവറി ഉണ്ടെന്ന് മാത്രമല്ല, അതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റേജ് കാണുന്നുണ്ടോ, പ്രൈമറി ഫോളിക്കിൾ. ഈ പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിലാണ് ആ ഓവറിയുടെ ഉള്ളിലെ എഗ് സെൽസ് ഇരിക്കുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ആ ഒരു സ്റ്റേജിലായിരിക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ അതിൻ്റെ ഓവറിയിലെ സെൽസ് കാണപ്പെടുന്നത്. പ്രൈമറി ഫോളിക്കിൾ അല്ലെങ്കിൽ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിലായിരിക്കും അത് കാണപ്പെടുന്നത്. ഓക്കെ, നൗ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. ഇതിൽ പ്രൈമോർഡിയൽ ഫോളിക്കിൾ അല്ലെങ്കിൽ പ്രൈമോർഡിയൽ ജേം സെൽ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് സംഭവം? പ്രൈമോർഡിയൽ ജേം സെൽ എന്ന് പറയുന്നത് ജേം സെൽ ആവാൻ, ജേം സെൽ എന്താണെന്ന് നമുക്കറിയാലോ, റീപ്രൊഡക്റ്റീവ് സെൽസ്. ജേം സെൽ ആകാൻ നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഡെവലപ്മെന്റിന്റെ കോഴ്സിൽ നമുക്കറിയാം, ഒറ്റ സെല്ലായിരിക്കുന്ന സൈഗോട്ട് അത് മൾട്ടിപ്പിൾ ഡിവിഷൻസ് കഴിഞ്ഞ് മൾട്ടി സെല്ലുലാർ ആകുന്നു. മൾട്ടി സെല്ലുലാർ ഫോമിൽ നിന്ന് ഓർഗനോജെനസിസ് ഒക്കെ നടന്ന് അങ്ങനെ പതിയെ പതിയാണ് ഓരോ ഓർഗൻസ് ഉണ്ടായി വരുന്നത്. അപ്പൊ ആദ്യമേ ഉണ്ടായി വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൽ നിന്നാണ് ഈ പറഞ്ഞ ഓർഗൻസ് ഒക്കെ ഉണ്ടായി വരുന്നത്. അപ്പൊ ജേം സെൽസ് ആകാൻ അല്ലെങ്കിൽ ഗൊണാഡ് ആകാൻ നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് കാണും. അതാണ് ഈ പ്രൈമോർഡിയൽ ജേം സെൽസ്. ആദ്യമേ അത് അപ്പിയർ ചെയ്യണത് യോക്സാക്ക്, നമ്മുടെ പ്ലാസെന്റൽ മെംബ്രെയിൻ ആയിട്ട് വരുന്ന യോക്സാക്ക്. ഓക്കെ, നമുക്ക് പ്ലാസെന്റ ഫോം ചെയ്യുന്നത് കുറച്ച് മെംബ്രെയിൻസ് ഒക്കെ ചേർന്നിട്ടാണ്. നമ്മുടെ പ്ലാസെന്റയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മെംബ്രെയിൻസ് ഒക്കെ ഉണ്ട്. അതിൽ പെട്ടതാണ് യോക്സാക്ക്. അപ്പൊ ആ യോക്സാക്കിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റേജിലാണ് ഇത് ആദ്യമായിട്ട് ഈ പ്രൈമോർഡിയൽ ജേം സെൽസ് ആകാൻ നിർണയിക്കപ്പെട്ടിരിക്കുന്ന സെൽസിനാണ് പ്രൈമോർഡിയൽ ജേം സെൽസ് എന്ന് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് അപ്പിയറൻസ് യോക്സാക്കിനോട് ചേർന്നാണ് അതിനെ കാണുന്നത്. യോക്സാക്കിന്റെ കോഡൽ പാർട്ടിലായിട്ടാണ് കാണുന്നത്. അത് 3 ആഴ്ച പ്രായമുള്ള ഹ്യൂമൻ എംബ്രിയോയിലാണ് ഇതിനെ കാണുന്നത്. പിന്നീട് 5ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ജേർമിനൽ റിഡ്ജിന്റെ ഭാഗത്തേക്ക് ഇത് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നു.
തേർഡ് ആൻഡ് ഫോർത്ത് മന്ത് ഓഫ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും ഇത് ഭയങ്കരമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകി ഇതൊരു ലെയർ തന്നെ, കണക്റ്റീവ് ടിഷ്യൂവിന് താഴെ ഒരു ലെയർ തന്നെയായിട്ട് ഈ ജേം സെൽസ് മാറുന്നു. കുറച്ച് സെൽസ് ഉണ്ടായിരുന്നത് പെരുകി ഒരു ലെയർ ആയി മാറുന്നു. ഇവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിഫറൻസിയേഷൻ നടക്കുന്നു, എന്നിട്ടത് ഈ പറഞ്ഞ പ്രൈമറി ഊസൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിൽ ആയി രൂപാന്തരപ്പെട്ട് നിൽക്കുന്നു. അപ്പൊ 4th to 5th മന്ത് ഓഫ് ഡെവലപ്മെന്റ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആകുമ്പോഴത്തേക്കും പ്രൈമറി ഊസൈറ്റ് എന്ന സ്റ്റേജിൽ ഒരു പെൺകുഞ്ഞിന്റെ ഓവറിയുടെ ഉള്ളിലെ ഓവമൊക്കെ ഈ ഒരു സ്റ്റേജിൽ, പ്രൈമറി യൂസൈറ്റ് സ്റ്റേജിലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു സ്റ്റേജ് ആയിട്ട് ഡിവിഷൻ അവിടെ കട്ടായിട്ട് അല്ലെങ്കിൽ അറസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഫൈൻ. പിന്നീടുള്ള ഡെവലപ്മെന്റ്, പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കുള്ള ഡെവലപ്മെന്റ്, കുട്ടി പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞ് അഥവാ അതിന് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരിക്കും സെക്കൻഡറി ഫോളിക്കിലേക്കുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത്. ഓക്കെ, സെക്കൻഡറി ഫോളിക്കിളിൽ നിന്ന് പിന്നീട് അത് വീണ്ടും സെക്കൻഡറി ഫോളിക്കിൾ കഴിഞ്ഞ് വീണ്ടും അതിനൊരു ചെറിയൊരു അറസ്റ്റ് സ്റ്റേജ് ഉണ്ട്. അത് അടുത്ത സ്ലൈഡ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിലാണ് ഒരു ന്യൂ ബോൺ ഗേൾ ബേബിയുടെ ഓവറിയുടെ ഉള്ളിലെ ഓവം ഒക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. റൈറ്റ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു ന്യൂ ബോൺ ഫീമെയിൽ ഇൻഫന്റിന്റെ ഓവറിയിൽ ഏകദേശം 4 ലക്ഷത്തോളം പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടെന്ന് സാരം. പക്ഷെ ഈ മൊത്തം ഫോളിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എപ്പോഴാ പ്യൂബർട്ടി ആവുന്നത്? പീരിയഡ്സ് വന്നു തുടങ്ങുന്ന എപ്പോഴാ? ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. എന്നാലും ആ ഒരു അഡോളസെന്റ് ടൈമിലാണ് അല്ലെ. ഇപ്പോഴൊക്കെ 8 വയസ്സിൽ ഒക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നേരത്തെ ഒക്കെ ഒരു രീതികൾ അനുസരിച്ചാണെങ്കിൽ സേ അറൌണ്ട് 14-15 ഇയേഴ്സ് ഒക്കെ ആവുമ്പോഴായിരിക്കും പീരിയഡ്സ് ആകുന്ന. ആൻഡ് അങ്ങനെ പീരിയഡ്സ്, മെൻസ്ട്രൽ ഫേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ടിൽ അറൌണ്ട് ഒരു 50-55 വയസ്സ് വരെ നമുക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവും, പീരിയഡ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പ്രായമായ അമ്മമാരിലൊക്കെ ചോദിച്ചാൽ അറിയാം, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവർക്ക്, കുറച്ച് പ്രായമായവർക്കൊന്നും പീരിയഡ്സ് ഉണ്ടാവത്തില്ല. അപ്പൊ അത്രയും നാളാണ് പീരിയഡ്സ് ഉള്ള അഥവാ ഓവുലേഷൻ നടക്കുന്ന കാലഘട്ടം. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഓവുലേഷൻ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇത്രയും ഒരു 30-35-40 ഇയേഴ്സ് ആണ്. അപ്പൊ ഓരോ പ്രാവശ്യം പീരിയഡ്സ് നടക്കുമ്പോൾ അഥവാ ഓവുലേഷൻ നടക്കുമ്പോഴത്തേക്കും ഓരോ മാസത്തിലും 28 ഡേയ്സ് ആണ് ഒരു ആവറേജ് കണക്ക് നമ്മൾ പറയുന്നത്. കൃത്യം 28 ആവണമെന്നില്ല. ഓരോ പ്രാവശ്യം ഓവുലേഷൻ നടക്കുമ്പോഴത്തേക്കും ഒറ്റ ഒരു എഗ്ഗ് മാത്രമേ, ഒറ്റ ഒരു ഫോളിക്കിൾ മാത്രമേ റപ്ചർ ചെയ്ത് ഒരു എഗ്ഗ് മാത്രമേ പുറത്ത് ചാടി പോകുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് കണക്കെടുക്കുമ്പോഴത്തേക്ക് ഒരു 30-35 വർഷമാണ് നമ്മുടെ ആക്റ്റീവ് പീരിയഡ്, ഈ ഓവുലേഷൻ നടക്കുന്ന പീരിയഡ് എങ്കിൽ ഒരു 10-400 എഗ്ഗുകൾ മാത്രമായിരിക്കും ഒരു സ്ത്രീയുടെ ആയുഷ്കാലത്തില് ഓവുലേഷൻ വഴി പോകുന്നുള്ളൂ, പുറത്തേക്ക് മെച്യൂരിറ്റി എത്തി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നുള്ളൂ. ബാക്കിയുള്ളതിന് എന്താ പറ്റും? ബാക്കിയുള്ളതല്ല ഈ മെനോപോസ് ആകുമ്പോഴത്തേക്കും, പീരിയഡ്സ് നിൽക്കുന്ന സമയത്തേക്കും മൊത്തമായിട്ട് ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഫൈൻ. നൗ, so that was the briefing about the female reproductive organ. അതിന്റെ എങ്ങനെയാണ് ഓവം ഉണ്ടായി വരുന്നതിന്റെ ഒരു ചെറിയ ബ്രീഫ് ഞാൻ പറഞ്ഞു. ഇനി സ്പേമിന്റെ ഡെവലപ്മെന്റ് കൂട്ടത്തിൽ ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, പോളിസിസ്റ്റിക് ഒവേറിയൻ സിസ്റ്റം, PCOD പലർക്കും ഉള്ള ഒരു കണ്ടീഷനാണ്. ഇത് നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ളതല്ല, ബട്ട് സ്റ്റിൽ പലർക്കും ഈ അഡോളസന്റ് സ്റ്റേജിലുള്ള പലരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ജസ്റ്റ് അതിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്തെന്ന് മാത്രം. നോർമൽ ഓവറി ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി, സിസ്റ്റിക് ഓവറി, പല സിസ്റ്റുകൾ ഉള്ളപ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. സിസ്റ്റിക് ഓവറി ഇതുപോലെ ബൾജ് ഔട്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അതിൽ പീരിയഡ്സ് ഒന്നും നോർമലായിട്ട് നടക്കാറില്ല. ജസ്റ്റ് ഫോർ അവയർനെസ് പർപ്പസ് ഞാനിത് കാണിച്ചു എന്ന് മാത്രം. Now we are moving on to the male
റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അവരുടെ ആക്സസറി ഓർഗൻസും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറഞ്ഞാൽ ആസ് വി ഓൾ നോ ടെസ്റ്റിസ് ആണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇറ്റ്സ് എ പെയർ ഓഫ് ടെസ്റ്റിസ്. ടെസ്റ്റിസിനെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷനെ സഹായിക്കാനായിട്ട് ആക്സസറി ഗ്ലാൻസും ആക്സസറി സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ട്. ഇതിന്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടെസ്റ്റിസ് നോക്കിക്കേ, ഒരു സാക്ക് പോലത്തെ ഓവോയിഡ് ഷേപ്പുള്ള ഒരു സാക്ക് പോലത്തെ പെയർ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കിഡ്നീസിനോട് ചേർന്ന് ആണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. പക്ഷെ ലേറ്റർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്, അതായത് എംബ്രിയോണിക് സ്റ്റേജിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ലേറ്റർ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ടെസ്റ്റിസ് ഇറ്റ് ഡിസെൻസ് ഫ്രം ദ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വേറെ ചില സാക്സ്, സ്ക്രോട്ടൽ സാക്ക് എന്ന് പറഞ്ഞ് ചില സഞ്ചിയിലേക്ക് ഇത് താഴത്തേക്ക് നീങ്ങി ആ ഒരു സാക്കിലായിരിക്കും പിന്നീട് അത് കാണപ്പെടുന്നത്. അതായത് ആഫ്റ്റർ ബർത്ത് ബോഡി ക്യാവിറ്റിയുടെ ഉള്ളിൽ ഇത് കാണപ്പെടത്തില്ല. ബോഡി ക്യാവിറ്റിയുടെ പുറത്ത് ചില സഞ്ചികൾ, സ്ക്രോട്ടൽ സാക്സ് എന്ന് പറയുന്ന ചില സഞ്ചികളിലാണ് ഇതിനെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ ആണ് നമ്മൾ നോക്കുന്നത്. ഈ പറഞ്ഞ ടെസ്റ്റിസിന് കവർ ചെയ്തുകൊണ്ട് ഒരു തിക്ക് കവറിംഗ് ഉണ്ട്. അതിന്റെ പേരാണ്, ഒരു ഫൈബ്രസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതിന്റെ പേരാണ് ഈ പറഞ്ഞ ട്യൂണിക്ക ആൽബുജീനിയ എന്ന് പറഞ്ഞ കവറിംഗ് ഓരോ പെയർ ഓഫ് ടെസ്റ്റിസിന് ചുറ്റുമുണ്ട്. ഇനി ആസ് യു സീ ഓവർ ഹിയർ കുറേ ലോബ്യൂൾസ് കാണുന്നുണ്ട് അല്ലെ. ടെസ്റ്റിസിന്റെ ഉള്ളിൽ ഇതുപോലെ നിറയെ ലോബ്യൂൾസ്, ഇത്രയല്ല കുറെ അധികം ലോബ്യൂൾസ് കാണുന്നുണ്ട്. ഈ ലോബ്യൂൾസിന്റെ ഓരോ ലോബ്യൂളിന്റെ ഉള്ളിലും കൺവല്യൂട്ടഡ് ആയിട്ടുള്ള തിൻ ഇലോങ്ങേറ്റഡ് ട്യൂബ്സ് ഉണ്ട്. കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് വെച്ചാൽ എന്താ, ഇങ്ങനെ വളഞ്ഞ് കുറേ കോയിലിംഗ് ഉള്ള കുറേ ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. അതിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഓക്കെ, രണ്ട് ഭാഗങ്ങൾ അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ചേർന്നാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ഉണ്ടാക്കിയേക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് സെല്ലിന്റെ പേരാണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് നഴ്സിംഗ് സെൽസ് ആണ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ള വേറെ ഒരു ടൈപ്പ് സെല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സെല്ലിന് വളരാൻ സഹായിക്കുന്ന സെല്ലുകളാണ്, അതിനെ നേഴ്സ് ചെയ്യുന്ന, അതിന് നറിഷ്മെന്റ് കൊടുക്കുന്ന സെൽസ് ആണ് സെർട്ടോളി സെൽസ്. മറ്റു തരം സെല്ലിന്റെ പേരെന്താ, സ്പെർമറ്റോജനിക് സെൽസ്. അതും സെമിനിഫറസ് ട്യൂബ്യൂൾസിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് സെൽ. രണ്ട് തരം സെൽസ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ കാണുന്നത്, സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസ്. പിന്നെ കാണുന്ന സെൽസ് ആണ് സ്പെർമറ്റോജനിക് സെൽസ്. അപ്പൊ അതാണ് ഇവിടെ പ്രധാനിയായ സെല്ല്. സ്പെർമറ്റോജനിക് സെൽസ് ആണ്, ദാറ്റ് മീൻസ് സ്പേംസ് ഉണ്ടാക്കുന്ന സെല്ലാണെന്ന് സാരം. ഓക്കെ, അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്താണ്, അവിടെ എന്താണുള്ളതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ഒക്കെ ഉണ്ട്. മാത്രമല്ല ഈ ടെസ്റ്റിസിന്റെ അങ്ങോട്ട് വെയിൻസും നെർവ്സും എല്ലാം സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ട് നെർവ് കണക്ഷൻസും ബ്ലഡിന്റെ സപ്ലൈയും ഒക്കെ ഉണ്ട്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയ്ക്ക്, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇവിടെയാ കാണുന്നതെന്ന് പറഞ്ഞു. ഒരു ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ ആണ് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ അപ്പറയും ഇപ്പറയും, നടുക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണെങ്കിൽ അതിന്റെ അപ്പറയും ഇപ്പറയും ആയിട്ട് വേറെ ഒരു തരം സെൽസ് ഉണ്ട്. അതിനെ ലീഡിക് സെൽസ് അഥവാ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് എന്ന് പറയുന്നു. ലീഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഓക്കെ, അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ഇടവിട്ട് കാണുന്ന സെൽസ് ആണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലീഡിക് സെൽസ്. ഇതിന്റെ പണി എന്താണ്? ഇവയാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന മെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ലീഡിക് സെൽസ് ആണ്. ഈ ലീഡിക് സെൽസ് അതിൻ്റെതായ സെക്രീഷൻ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്
മെയിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുന്നത്. ഓക്കെ, അതിന് കാരണക്കാരനായ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ലീഡിക് സെൽസ് ആണ്. അപ്പൊ ഈ ടെസ്റ്റിസിന്റെ മെയിൻ ഭാഗത്തെ സ്ട്രക്ചർ ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന, എങ്ങനെയാണ് ട്യൂബ്യൂൾസിൽ നിന്ന് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ വിച്ച് ഇസ് പ്രൊഡ്യൂസ് ഫ്രം ലീഡിക് സെൽസ്. പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെ സഹായത്തോടെയാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സ്പേംസ് സെമിനിഫെറസ് ട്യൂബ്യൂൾസിൽ ഉണ്ടാകുന്നു. അവിടെ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? എപ്പിഡീഡിമസിന്റെ അങ്ങോട്ട്. ഇവിടെ ഈ ഒരു ഭാഗത്തിന് റെറ്റി ടെസ്റ്റിസ് എന്നാ പറഞ്ഞ ഈ ഒരു നെറ്റ്വർക്കിന് മൊത്തം കൂടി കിടക്കുന്ന ട്യൂബ്യൂൾസിന് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നതിന് റെറ്റി ടെസ്റ്റിസ് എന്നാ പറയണേ. ഇപ്പൊ റെറ്റി ടെസ്റ്റിസിന്റെ അവിടെ നിന്ന് എപ്പിഡീഡിമസിന്റെ അങ്ങോട്ട് അത് മൂവ് ചെയ്യുന്നു. ആൻഡ് ത്രൂ ദ ബോഡി ഓഫ് ദ എപ്പിഡീഡിമസ് ക്രോസിംഗ് ദ ടെയിൽ ഓഫ് ദ എപ്പിഡെർമിസ് വാസ് ഡിഫറൻസ് വഴി അങ്ങനെ ഫൈനലി വാസ് ഡിഫറൻസ് സെമിനൽ വെസിക്കിളിന്റെയും പിന്നെ വേറെ ചില ഗ്ലാൻസ് ഉണ്ട്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, അതിന്റെയൊക്കെ സെക്രീഷൻ ഈ പറഞ്ഞ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പേമിലേക്ക് കയറി ചേർന്ന് ഫൈനലി ഇത് പെനിസ് വഴി റിലീസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് സ്പേമിന്റെ റിലീസ് നടക്കുന്നത്. ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി വി ആർ മൂവിങ് ഓൺ ടു ദ സ്ട്രക്ചർ ഓഫ് എ സ്പേം. സ്ട്രക്ചർ ഓഫ് എ സ്പേം, അതിന്റെ ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ നോക്കിയിട്ട് ഐ വിൽ കം ബാക്ക് അഗൈൻ. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് 3 പ്രധാന ഭാഗങ്ങളാണ് ഉള്ളത്. ദ ഹെഡ് ആസ് യു സീ ഓവർ ഹിയർ, പിന്നെ ഒരു മിഡിൽ പീസ് ഉണ്ട്, ആൻഡ് ദെൻ ദ ടെയിൽ പാർട്ട്. ഈ ഒരു രൂപത്തിലേക്ക് ആക്കാനായിട്ട് നമ്മുടെ ബോഡിയിൽ കുറച്ച് പ്രോസസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഫൈനലി ഉണ്ടായി വരുന്ന സ്പേം അഥവാ സ്പെർമറ്റസോയിഡ് സ്ട്രക്ചർ ആണ് ഈ പറയുന്നത്. ഫ്ലജെല്ലം എന്തിനാ ഉള്ളത് അല്ലെങ്കിൽ ടെയിൽ എന്തിനാ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അത് മോട്ടിലിറ്റിക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പൊ ടെയിലിന്റെ എന്താണ് ഇന്റേണൽ സ്കെലിറ്റൻ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ സപ്പോർട്ട്, സെൻട്രൽ സപ്പോർട്ട് ആണ് ഈ ആക്സോണിം എന്ന് പറയുന്നത്. അതിവിടെ കാണുന്നുണ്ട്. പിന്നെ മിഡിൽ പീസിൽ പ്രധാനമായിട്ടും കാണുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ഹെഡ് റീജിയനിൽ കാണുന്നത് ആക്രോസോം കാണുന്നുണ്ട്. ഏറ്റവും ടിപ്പിൽ കാണുന്നത് ആക്രോസോം ആണ്. അതാണ് ഫെർട്ടിലൈസേഷൻ സമയത്ത് നമ്മുടെ എഗ്ഗിനെ തുളച്ചു കയറാൻ സഹായിക്കുന്നത്. ഈ ആക്രോസോമിന്റെ ഉള്ളിലുള്ള എൻസൈംസ് ആണ്, ലൈറ്റിക് എൻസൈംസ് ആണ് അതിന് സഹായിക്കുന്നത്. ആക്രോസോമിന്റെ താഴെയായിട്ട് ന്യൂക്ലിയസ് കാണുന്നുണ്ട്. പിന്നെ സെൻട്രിയോൾ, സ്പെല്ലിംഗ് തെറ്റാണ്, സെൻട്രിയോൾ കാണുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. We are moving into the gametogenesis part. Gametogenesis. As I told, ഫീമെയിലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. എന്താ പറഞ്ഞിരുന്നേ? ഫീമെയിൽസില് ഏത് കണ്ടീഷനിലാണ് ഒരു ന്യൂ ബോണില് ഫോളിക്കിൾസ് എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓവ ഏത് കണ്ടീഷനിലായിരിക്കണെന്ന് പറഞ്ഞേ? പ്രൈമറി oocyte കണ്ടീഷനിലാണ് ഇരിക്കണേന്ന് പറഞ്ഞു. റൈറ്റ്? അറ്റ് ബർത്ത് പ്രൈമറി oocyte കണ്ടീഷനിൽ കയറി അത് ആ ഒരു സ്റ്റേജിൽ അറസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷേ ആണുങ്ങളുടെ കേസിൽ അങ്ങനെയല്ല. ഇൻ മെയിൽസ് ദ സിറ്റുവേഷൻ ഇസ് ഡിഫറെന്റ്. അവരില് ബർത്തിന് ശേഷമാണ് ഈ പറഞ്ഞ ഗമീറ്റ്സിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, ഓൺലി ആഫ്റ്റർ ബർത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൺലി ആഫ്റ്റർ ബർത്ത് മാത്രമേ നടക്കത്തുള്ളൂ. ഫൈൻ. പ്യൂബർട്ടി എത്തിയതിന് ശേഷമായിരിക്കും ഗമീറ്റ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. ഫൈൻ. അപ്പൊ വി ആർ മൂവിങ് ഓൺ ടു ഗാമറ്റോജെനസിസ്. എന്താണ് ഗാമറ്റോജെനസിസ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഗാമറ്റോജെനസിസ്? വാക്കിൽ തന്നെയുണ്ട്. ഗമീറ്റ്സിനെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീങ്സിൽ സ്പെർമറ്റോജെനസിസും ഉണ്ട്, oogenesis ഉണ്ട്. ആണുങ്ങളിൽ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സായ സ്പെർമറ്റോജെനസിസും
ഓവത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സായ oogenesis കാണുന്നുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 2n കണ്ടീഷനിലാണ് നമ്മുടെ ബോഡിയിലെ ബാക്കി എല്ലാ സെൽസും ഇരിക്കുന്നത്. ദാറ്റ് വി നോ, റൈറ്റ്? അല്ലേ? ഡിപ്ലോയിഡ് കണ്ടീഷനിലാണ് എല്ലാ സൊമാറ്റിക് സെൽസും ഇരിക്കുന്നത്. നമ്മുടെ ആദ്യം നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഒരു പ്രൈമോർഡിയൽ ജേം സെൽ ഇല്ലേ, ഈ പറഞ്ഞ പ്രൈമോർഡിയൽ ജേം സെല്ലും ഡിപ്ലോയിഡ് കണ്ടീഷൻ 2n കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ആ 2n കണ്ടീഷനിലുള്ള സെൽസിനെ n കണ്ടീഷൻ, ഹാപ്ലോയിഡ് കണ്ടീഷൻ ആക്കിയാൽ മാത്രമേ അതിനെ ഗമീറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ ഒരു പ്രോസസ്സാണ് പ്രധാനമായിട്ടും ഗെമറ്റോജെൻസിസിൽ നടക്കുന്നത്. അപ്പൊ അതിന്റെ ക്രോമസോം നമ്പറിന്റെ ഹാഫിംഗ് പ്രധാനമായിട്ടും നടക്കുന്നുണ്ട്, അഥവാ മിയോസിസ് പ്രധാനമായിട്ടും നടക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സ്ട്രക്ചറൽ ഡിഫറൻസിയേഷനും നടക്കുന്നുണ്ട്. ഓക്കെ, ചുമ്മാ ഒരു സർക്കുലർ ഫോം ആയിട്ടിരിക്കുന്ന സെൽസിനെ അതിന്റെ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലേക്ക് എത്തിക്കുന്നത് ഈ ഗെമറ്റോജെനസിസ് വഴിയാണ്. ഗെമറ്റോജെനസിസിൽ 3 പ്രധാന സ്റ്റേജസ് ആണ് അഥവാ ഫേസസ് ആണുള്ളത്. അതാണ് ഇവിടെ കാണിച്ചേക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. മൾട്ടിപ്ലിക്കേഷൻ അത് പെരുകുന്ന ഫേസ്. ഒരു സെല്ലായിരുന്നത് അനേകം സെല്ലുകളായിട്ട് പെരുകുന്ന ഫേസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. നെക്സ്റ്റ് ഫേസ് ആണ് ഈ പെരുകിയ സെൽസ് ഗ്രോ ചെയ്യാൻ തുടങ്ങും. ന്യൂട്രിയന്റ് മെറ്റീരിയൽസ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ന്യൂട്രിയന്റ് മെറ്റീരിയൽസ് അക്യുമുലേറ്റ് ചെയ്യേണ്ട കൂടാണ്ട് പ്രോട്ടീൻ സിന്തസിസും ന്യൂക്ലിക് ആസിഡിന്റെ സിന്തസിസും ഒക്കെ വളരെയധികം നടന്ന് അതിന്റെ കണ്ടന്റ് കൂടുന്ന, ഗ്രോത്ത് കൂടുന്ന ഒരു ഫേസ്. ദാറ്റ് ഇസ് ദ ഗ്രോത്ത് ഫേസ്, സെക്കൻഡ് ഫേസ്. The last phase is the differentiation phase, wherein differentiation phase വെച്ചായിരിക്കും അതിൻ്റെതായ പ്രത്യേക സ്ട്രക്ചറൽ പെക്യുലിയാരിറ്റീസ് അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സ്പെർമറ്റോജെനസിസിലും oogenesisലും കോമൺ ആയിട്ടുള്ള 3 ഫേസസ് ഇതൊക്കെയാണ്. ഓക്കെ, ഫോർ എ ലിറ്റിൽ മോർ ക്ലാരിറ്റി ആണ് ഈ ഒരു സ്ലൈഡ് കാണിച്ചേക്കുന്നത്. അപ്പൊ സ്പെർമറ്റോജെനസിസ് ആദ്യം നമുക്ക് നോക്കാം. സ്പെർമറ്റോജെനസിസ് അഥവാ സ്പേമിന്റെ ഫോർമേഷൻ. സ്പെർമറ്റോജെനസിസ് ഞാൻ പറഞ്ഞു ബിഫോർ ബർത്ത് അല്ല, ആഫ്റ്റർ ബർത്ത്, ആഫ്റ്റർ പ്യൂബർട്ടി. ഓക്കെ, ആഫ്റ്റർ പ്യൂബർട്ടി ആണ് ഈ പറഞ്ഞ മെയിൽസില് സ്പെർമറ്റോജെനസിന്റെ എൻറ്റയർ പ്രോസസ്സ് നടക്കുന്നത്. സ്ത്രീകളിലോ ഇതിന്റെ ഒരു കാൽഭാഗം വെച്ച് വന്ന് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അല്ലെ. ഈ പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റേജിലാണ് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് തന്നെ. ഈ ഒരു സ്റ്റേജില് oogenesis അറസ്റ്റഡ് ആയി, സ്റ്റോപ്പ് ചെയ്ത്, ഹോൾട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ബാക്കിയത്തത് പ്യൂബർട്ടി ആയി കഴിഞ്ഞിട്ടേ ബാക്കിയത്തെ സ്റ്റേജ് പ്രൊസീഡ് ചെയ്യപ്പെടുത്തുള്ളൂ. പക്ഷെ ആണുങ്ങളില് മൊത്തം പ്രോസസ്സ് തുടങ്ങുന്ന എപ്പോഴാണ്? പ്യൂബർട്ടി, മെച്യൂരിറ്റി എത്തിയതിനു ശേഷം ആണ്. സെക്ഷൽ ഓർഗൻസ് പൂർണ്ണമായിട്ടും അതിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമായിരിക്കും പ്യൂബർട്ടി എത്തിയതിന്, അതായത് അഡോളസെന്റ് പീരീഡിലായിരിക്കും സ്പെർമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ബർത്ത്, ആഫ്റ്റർ അറ്റൈൻമെന്റ് ഓഫ് മെച്യൂരിറ്റി ആയിരിക്കും സ്പെർമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പ്രൈമറി, അതും പ്രൈമോർഡിയൽ ജേം സെല്ലിൽ നിന്നാണ് അതിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരുന്ന സെൽസ് ഒക്കെ അത് ഡെവലപ്പ് ചെയ്ത് ഫൈനലി പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. ആ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് പറയുന്നതെല്ലാം ഡീപ്ലോയിഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന സെൽസ് ആണ് അല്ലെ. അത് then it undergoes, പ്രീവിയസ് സ്ലൈഡ് ഒന്നുകൂടി എടുക്കുവാണ്, then it undergoes primary spermatocyte. പ്രൈമോർഡിയൽ ജേം സെൽസ് ഒത്തിരി പ്രാവശ്യം ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് പെരുകി ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനാണ് നമ്മൾ സ്പെർമറ്റോഗോണിയം അല്ലെങ്കിൽ സ്പേം മദർ സെൽ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാം പറഞ്ഞുള്ള 2n കണ്ടീഷനിൽ ഇരിക്കുന്ന സെല്ലാണ്. അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ കാണുന്നത്. ഈ മൾട്ടിപ്ലിക്കേഷൻ ഫേസിൽ കാണുന്ന സ്പെർമറ്റോഗോണിയം ഇറ്റ് അണ്ടർഗോസ് മിയോസിസ്. ഓക്കെ, ഫസ്റ്റ് റിഡക്റ്റീവ് മിയോസിസിന്റെ ഫസ്റ്റ് റിഡക്ഷൻ ഡിവിഷൻ നടന്ന് അത് ഹാപ്ലോയിഡ്
സെൽസ് ആയി മാറുന്നു. സോറി, ഗ്രോ ചെയ്ത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ആയി മാറുന്നു. അത് കഴിഞ്ഞ് ഇറ്റ് അണ്ടർഗോസ് റിഡക്ഷൻ ഡിവിഷൻ ടു ഫോം n നമ്പർ ഉള്ള സെല്ലുകളായി മാറുന്നു. അതിനെയാണ് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കുന്നത്. ഗ്രോ ചെയ്ത് ഇരിക്കുന്ന സ്പെർമറ്റോഗോണിയൽ സെൽസിനെയാണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. സീക്വൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? സ്പെർമറ്റോഗോണിയം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമോർഡിയൽ ജേം സെൽസ് ആകാൻ നിശ്ചയിക്കപ്പെട്ടിരുന്ന സെൽസ്, എംബ്രിയോണിക് സെൽസ്, അത് കൂട്ടം കൂടി അത് ഡിവൈഡ് ചെയ്ത് പെരുകി മൾട്ടിപ്ലൈ ചെയ്ത സെൽസിനെയാണ് നമ്മൾ സ്പെർമറ്റോഗോണിയം എന്ന് പറയുന്നത്. അത് 2n കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ആർ യു ഏബിൾ ടു ഹിയർ മീ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാമോ? യെസ് മാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പൊ 2n കണ്ടീഷനിൽ ഇരിക്കുന്ന സ്പെർമറ്റോഗോണിയം, അതിന് ഗ്രോത്ത് നടന്ന ന്യൂട്രിയൻ മെറ്റീരിയൽസ് എല്ലാം അത് കയറ്റി വെച്ച് അത് സൈസിൽ ഗ്രോ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്ന് വിളിക്കണം. അന്നേരവും അത് 2n കണ്ടീഷനിൽ തന്നെയാണ് അന്നേരവും ഇരിക്കുന്നത്. ഇനി ഈ 2n കണ്ടീഷനിലുള്ള പ്രൈമറി സ്പെർമറ്റോസൈറ്റ് അതിനെന്താ പറ്റുന്നത്? ഡിവിഷൻ നടക്കുന്നു, മിയോസിസ് നടക്കുന്നു. ഫസ്റ്റ് മിയോസിസ് എന്ന് പറയുന്ന റിഡക്ഷൻ ഡിവിഷനാണ്. അങ്ങനെ റിഡക്ഷൻ ഡിവിഷൻ നടന്ന് അത് വെറും n ഉള്ള 2 സ്പെർമറ്റോസൈറ്റ്സ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സ് ആയിട്ട് അത് വാട്ട് ഇസ് ഹാപ്പനിങ്? അത് ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അതിന് വീണ്ടും മിയോസിസ് എന്ന് പറഞ്ഞ 2 ഡിവിഷൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് റിഡക്ഷൻ ഡിവിഷനും രണ്ടാമത്തെ വെറും മൈറ്റോട്ടിക് ഡിവിഷനും. ആ 2n പിന്നെയും ഡിവൈഡ് ചെയ്ത് ഓരോന്നിൽ നിന്നും 2 സെല്ല് വീതം കിട്ടുന്നു. മൊത്തം 4 സ്പെർമാറ്റിഡുകളെ കിട്ടുന്നു. ഓക്കെ, മൊത്തം 4 സ്പെർമാറ്റിഡുകളെ കിട്ടുന്നു. ഈ പറഞ്ഞ സ്പെർമറ്റോജെനസിസിൽ നിന്ന് 4 സ്പെർമാറ്റിഡിനെ കിട്ടുന്നു. ഈ സ്പെർമാറ്റിഡിനെ സ്പേം ആക്കി മാറ്റുന്ന ഒരു പണി കൂടിയുണ്ട്. കാരണം ഇവിടെ നോക്കിക്കേ, സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു സർക്കുലർ മോട്ടിലിറ്റി ഒന്നും ഇല്ലാത്ത ചുമ്മാ 4 സെൽസ് ആണ്. ഹാപ്ലോയിഡ് ആണെന്നേ ഉള്ളൂ, ചുമ്മാ 4 സെൽസ് ആണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. അതിനൊരു മോർഫോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ നടന്ന് അതിന് മോട്ടിലിറ്റി ഉള്ള നല്ല പെനിട്രേഷൻ ഒക്കെ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഷേപ്പ് ഉള്ളൊരു സെല്ലാക്കി മാറ്റുന്ന ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. സ്പെർമാറ്റിഡിനെ സ്പേം ആക്കി മാറ്റുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. ഓക്കെ, അപ്പൊ 3 ഫേസ് ഇവിടെയും വരുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ, ഗ്രോത്ത് ഫേസ്. ഗ്രോത്ത് ഫേസിലാണ് നമ്മുടെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് കാണുന്നത്. ആ ഗ്രോത്ത് ഫേസിൽ നിന്ന് ഡിഫറൻസിയേഷൻ ഫേസിലേക്ക് കയറുമ്പോഴാണ് മിയോസിസ് നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് സ്പെർമാറ്റിഡായി മാറുന്നു. സ്പെർമാറ്റിഡിന് സ്പെർമിയോജെനസിസ് നടന്ന് സ്പേംസ് ആയി മാറുന്നു. ദാറ്റ് ഇസ് അബൌട്ട് സ്പെർമറ്റോജെനസിസ്. ഇനി ഇതിന് രൂപാന്തരം വന്ന ഒരു ഫോമായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. സോറി, ചുമ്മാ സർക്കുലർ ആയിരുന്ന ആ സ്പേമിനെ നമുക്ക് ഈ പർട്ടിക്കുലർ ഫോം ആക്കി എടുക്കണം. ഇങ്ങനെ 3 റീജിയൻസ് ഉള്ള സ്പെസിഫിക് ആയിട്ട് ടെയിൽ നമുക്ക് ആവശ്യമാണ്. മൈറ്റോകോൺട്രിയ എന്തിനായിരിക്കും ആവശ്യം? എനർജി വളരെ അധികം ആവശ്യമല്ലേ. ഇത് സ്പീഡിൽ ഈ പറഞ്ഞ സ്പേമിനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ മൈറ്റോകോൺട്രിയ ആവശ്യമാണ്. അപ്പൊ മിഡിൽ പീസ് അങ്ങനെ വേണം. പിന്നെ ഹെഡ് റീജിയൻ, ന്യൂക്ലിയസ് എനിവേ ഇല്ലാണ്ട് പറ്റത്തില്ല. അതിന്റെ ഫ്ലോട്ട് ചെയ്ത് പോകാനുള്ള എബിലിറ്റി കൂടാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പ്, ഒരു സ്പിൻഡിലാർ ഷേപ്പിൽ അത് മോഡിഫൈ ആയി മാറുന്നത്. പിന്നെ ഇതിന്റെ സ്പേം സെല്ലിന്റെ ഗോൾജി ബോഡീസ് ആണ് ആക്രോസോമായി വരുന്നത്. അഥവാ ഗോൾജി ബോഡീസിൽ നിന്നാണ് ആക്രോസോം ഉണ്ടായി വരുന്നത്. ആ ആക്രോസോമിന്റെ ഉള്ളിൽ നിറയെ ലൈറ്റിക് എൻസൈംസ് ആണ്. അതാണ് എഗ്ഗിനെ പെനിട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. പിന്നെ ഈ ന്യൂക്ലിയസിനും ഒക്കെ സൈസ് റിഡക്ഷൻ, അതിന്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പോയി അത് അതിന്റെ ഒക്കെ സൈസ് റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? എനർജി പ്രൊഡക്ഷന്
പിന്നെ സെൻട്രിയോൾസ് ഉണ്ടെന്ന് പറഞ്ഞു. പ്രോക്സിമലും ഡിസ്റ്റലും സെൻട്രിയോൾസ് കാണുന്നുണ്ട്. ഇതിന് ചുറ്റുമുള്ള ആക്സിയൽ ഫിലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പ്രോക്സിമൽ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾസ്. പിന്നെ ദ ലാസ്റ്റ് പോർഷൻ ഇസ് ദ ടെയിൽ. ബാക്കി എക്സസ് വരുന്ന ഇവിടെ നിന്നൊക്കെ ആ സർക്കുലർ ഷേപ്പ് ഉണ്ടാകുന്ന സ്പെർമാറ്റിഡിൽ നിന്ന് ഈ ഒരു ഷേപ്പിലേക്ക് വരുമ്പോൾ എക്സസ് വരുന്ന സൈറ്റോപ്ലാസം ഒക്കെ ഡിറ്റാച്ച് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ മോട്ടിലിറ്റിക്ക് സ്പെർമിന്റെ മോട്ടിലിറ്റി എൻഷുർ ചെയ്യാനാണ് ഈ ഒരു ഷേപ്പ്, സൈസ് റിഡക്ഷൻ, വെയിറ്റ് റിഡക്ഷൻ, സ്പിൻഡിൽ ഷേപ്പ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞു. ആ ഒരു പ്രോസസ്സിനാണ് സ്പെർമിയോജെനസിസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഈ മോട്ടിലിറ്റിക്കിന് സ്പെർമറ്റോസോയിയുടെ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്ന ചില സെക്രീഷൻസ് നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ എപ്പിഡീഡിമസ്, വാസ് ഡിഫറൻസ്, സെമിനൽ വെസിക്കിൾ എന്നൊക്കെ പറഞ്ഞിരുന്നു. അഥവാ ആക്സസറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോയിരുന്നു. നോട്ട്സിൽ ഞാൻ അറ്റാച്ച് ചെയ്യാം. ആ സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള സെക്രീഷൻ, ഈ ചില വിസ്കസ് സെക്രീഷൻസ് ഈ സ്പെർമിന്റെ കൂടെ കയറി ചേർന്ന് വരുന്നുണ്ട്. ആ സെക്രീഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ സ്പെർമിന് നല്ല സുഗമമായിട്ട് സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സ്പെർമറ്റോജെനസിസിന്റെ കാര്യം അത്രയുമേ ഉള്ളൂ. ഇനി വി ആർ ലുക്കിംഗ് ഇൻ ടു gametogenesis in females, that is oogenesis. ഫീമെയിലിന്റെ കാര്യത്തിൽ പ്രോസസ്സസ് മോർ ഓർ ലെസ് സെയിം ആണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം ആ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കിവിടാം. ആദ്യമേ ഉള്ള വ്യത്യാസം എന്തായിരുന്നു? അറ്റ് ബർത്ത് തന്നെ ഈ ഒരു സ്റ്റേജിൽ പ്രൈമറി oocyte സ്റ്റേജിലാണ് ഒരു ഫീമെയിൽ ന്യൂബോൺ ബേബിയുടെ oocyte പ്രൈമറി oocyte സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ബട്ട് ഇൻ മെയിൽസ് പ്യൂബർട്ടിക്ക് ശേഷമേ ആ പ്രോസസ്സ് മൊത്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അതൊരു മേജർ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? പ്രൈമോർഡിയൽ ജേം സെൽസ് ഈവൻ പ്രയർ ടു ബർത്ത്, ഏതാനും ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ പ്രൈമോർഡിയൽ ജേം സെൽസ് അത് ഊഗോണിയമായി മാറുന്നു. അത് പെരുകി ഊഗോണിയം ആയി മാറുന്നു. ആ ഊഗോണിയം അതിനെന്ത് പറ്റുന്നു? ഇറ്റ് ഗ്രോസ് ഇൻ സൈസ് ആൻഡ് ഫോംസ് വാട്ട്? പ്രൈമറി oocyte. അതും ഈ പറഞ്ഞ 2n കണ്ടീഷനിലാണ്, ഡീപ്ലോയിഡ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഈ പ്രൈമറി oocyte സ്റ്റേജിൽ അത് ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. ജനിച്ചു കഴിഞ്ഞ് പ്രൈമറി oocyte സ്റ്റേജിലായിരിക്കും അത് ഇരിക്കുന്ന. ഒരു ഫീമെയിൽ ബേബിയുടെ ഓവറി എടുത്ത് നോക്കിയ പ്രൈമറി oocyte കണ്ടീഷനിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ വാട്ട് ഹാപ്പൻസ്? ഈ പ്രൈമറി oocyte സെക്കൻഡറി oocyte ആയി മാറണമെങ്കിൽ ഗ്രോത്ത് സ്റ്റേജിന്റെ ഒരു ഭാഗം കഴിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ഒരു ഭാഗം. ഓക്കെ, സെക്കൻഡറി oocyte ആയി മാറണമെങ്കിൽ അതിൻ്റെ അകത്ത് ഡിവിഷൻ നടക്കണം. ഡിവിഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഡിവിഷൻ നടക്കുന്നത് ഇറ്റ് ഇസ് വെൻ ഈ പറഞ്ഞ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഫസ്റ്റ് ഡിവിഷൻ നടക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻമെന്റ് കഴിയുമ്പോഴായിരിക്കും ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. അപ്പൊ 2n ആയിരുന്ന പ്രൈമറി oocyte ഓരോ ഗാമറ്റോജെനസിന്റെ ഓരോ സീക്വൻസ് നടക്കുമ്പോഴത്തേക്കും ഒറ്റ സെല്ലിനാട്ടോ ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അത് ഡിവിഷൻ നടന്ന് ഡീപ്ലോയിഡ് സെൽസ് നമുക്ക് കിട്ടുന്നു. പക്ഷെ ഇവിടെ നിന്ന് വ്യത്യസ്തമായി ആ എന്നിന്റെ സൈസ് ഒന്ന് നോക്കിക്കേ. ഇവിടെ കിട്ടുന്ന രണ്ട് സെൽസും സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്സിന്റെ രണ്ടിന്റെ സൈസ് സെയിം. പക്ഷെ ഇവിടെ നോക്കിക്കേ, സെക്കൻഡറി oocytes ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പ്രൈമറി oocytesന്റെ ഡിവിഷൻ കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിട്ടുള്ള സെൽസിന് രണ്ടിനും രണ്ട് സൈസാണ്. അതിൽ വലിയ സെല്ലാണ് സെക്കൻഡറി oocyte എന്ന് നമ്മൾ വിളിക്കുന്നത്. കുഞ്ഞു സെല്ല് ഫസ്റ്റ് പോളാർ ബോഡി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ പോളാർ ബോഡിനെ അവസാനം അത് ഈ പറഞ്ഞ നമ്മുടെ ഫെർട്ടിലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ വലിയ സെല്ലായ സെക്കൻഡറി oocyteനാണ് പിന്നീടുള്ള ചേഞ്ചസ് വരുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ഫെർട്ടിലൈസേഷൻ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മിയോസിസിന്റെ നെക്സ്റ്റ് ഡിവിഷനിലേക്ക് മാറുമ്പോഴത്തേക്കും ഈ വലിയ എന്നെ പിന്നെയും
ഡിവൈഡ് ചെയ്ത് 2 മാറുന്നു. അവിടെ നിന്നും പിന്നെയും ഒരെണ്ണം വലിയ സൈസ് ഉള്ളത് ഊറ്റിഡ് അല്ലെങ്കിൽ ഓവമായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് മാറുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കയറുന്നു. കുഞ്ഞു സൈസ് ഇവിടെ നിന്ന് സെക്കൻഡ് ഡിവിഷനിലും ഒരു കുഞ്ഞു സൈസ് ഉള്ള കിട്ടുന്നുണ്ട്, അതിനെ സെക്കൻഡ് പോളാർ ബോഡി എന്ന് വിളിക്കുന്നു. ഇതിനും പിന്നെയും ഡിവിഷൻ നടക്കുന്നുണ്ട്, അത് വീണ്ടും പോളാർ ബോഡികൾ തന്നെ, ഒരു പോളാർ ബോഡിയിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന പിന്നെയും പോളാർ ബോഡികൾ തന്നെയാണ്. ഓക്കെ, ഇത് അപ്പൊ ഓൺ എ ഹോൾ oogenesisന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓവവും 3 പോളാർ ബോഡിയാണ് oogenesisന്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെക്കൻഡറി ഊസൈറ്റിന് വീണ്ടും ആദ്യത്തെ ഒരു ഡെവലപ്മെന്റൽ അറസ്റ്റ് വരുന്ന എപ്പോഴാണ്? അറ്റ് ബർത്ത് ഈ പ്രൈമറി ഊസൈറ്റ് സ്റ്റേജിൽ അതിന്റെ ഡെവലപ്മെന്റ് oogenesis സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് മിയോസിസ് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് സെക്കൻഡറി ഊസൈറ്റ് ആയിക്കഴിഞ്ഞാൽ മിയോസിസിന്റെ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും അവിടെ ഒരു അറസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റിലേക്ക് ഹോൾട്ട് ചെയ്ത് നിൽക്കുന്ന വീണ്ടും ഒരു അറസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, ഫെർട്ടിലൈസേഷൻ നടന്നാലായിരിക്കും ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ തുടർന്നുള്ള ഡെവലപ്മെന്റ് നടക്കത്തുള്ളൂ. ഓക്കെ, ഡിഫറൻസിയേഷൻ ഫേസിൽ ഓവമായിട്ട് ഡിഫറൻസിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഓവം വീണ്ടും തുടർന്ന് അതിന്റെ അഡ്വാൻസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ, നമ്മുടെ കോർപ്പസ് ലൂട്ടിയം അങ്ങനെയുള്ള ഡെവലപ്മെന്റിലേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു അറസ്റ്റ് ഫേസ് ഉണ്ട്. ആ ഫേസ്, ആ അറസ്റ്റ് ലിഫ്റ്റഡ് ആവുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗ്രാഫിയൻ ഫോളിക്കിൾ കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുകയും പ്രഗ്നൻസിയിലേക്ക് ട്രിഗേർഡ് ആവുകയും ചെയ്യത്തുള്ളൂ. അപ്പോൾ പ്രഗ്നൻസിയിലേക്ക് ട്രിഗേർഡ് ആകണമെങ്കിൽ വാട്ട് ഇസ് ദ കണ്ടീഷൻ? ഫെർട്ടിലൈസേഷൻ നടക്കണം. സ്പേം കയറി ഫാലോപ്പിയൻ ട്യൂബിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കണം, അല്ലെ? അപ്പൊ അത് അതിനുള്ള ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓവം എല്ലാ മാസവും വാട്ട് ഹാപ്പൻസ്? ഓവുലേഷൻ വഴി പുറത്തേക്ക് റിലീസ് ഡിസ്ചാർജ്ഡ് ആയി പോകുന്നു. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നൗ ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പോളാർ ബോഡിയുടെ ഡിവിഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് വന്ന് ജോയിൻ ചെയ്ത് ഓക്കെ എഗും സ്പേമും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഭംഗിക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. Fine. Now, what is the significance of this spermatogenesis അല്ലെങ്കിൽ oogenesis? On a whole, gametogensisന്റെ significance എന്താ? ഏറ്റവും പ്രധാനമായ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ആ സ്പീഷീസ് നമ്പർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. സ്പീഷീസ് നമ്പർ എങ്ങനെയാണ് ഇതിനെ സഹായിക്കുന്നത്? ഇത് ഹാപ്ലോയിഡ് ആവുന്നില്ലേ? മിയോസിസ് നടന്ന ഗമീറ്റ്സിനെ ഹാപ്ലോയിഡ് കണ്ടീഷനിൽ ആക്കുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മുടെ ഇതിൽ എത്ര ക്രോമസോംസ് ഉണ്ട്? എത്ര ക്രോമസോംസ് നമ്മുടെ ബോഡിയിലുള്ളത്? ഐഡിയ ഉണ്ടോ? പഠിച്ചിട്ടുള്ളതാണല്ലോ. ഓക്കെ, അതൊരു അസൈൻമെന്റ് ആയിട്ടിരിക്കട്ടെ. എത്ര ക്രോമസോംസ് ആണ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ഒരു സെല്ലിലുള്ള, നമ്മുടെ ഗമീറ്റ്സിൽ എത്ര ക്രോമസോംസാ ഉള്ളതെന്ന് അത് നിങ്ങൾ എനിക്കൊന്ന് ആരുടെയോ ഇത് ഓൺ ആണല്ലോ, ആരോ അൺമ്യൂട്ട് ചെയ്തിരിക്കും. ഹലോ ഹലോ, അൺമ്യൂട്ട് ചെയ്തേക്കിട്ടോ, ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഫൈൻ. അപ്പൊ അത് നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് കിടക്കട്ടെ. ഒന്ന് വാട്സപ്പ് ചെയ്തേക്ക്. നമ്മുടെ ഒരു ബോഡി സെല്ല് എടുത്ത് നോക്കിയാൽ എത്ര ക്രോമസോംസ് ഉണ്ട്, നമ്മുടെ ഗമീറ്റില് നമ്മുടെ എഗ് എടുത്ത് നോക്കിയാൽ എത്ര ക്രോമസോംസ് ആയിരിക്കും ഉള്ളത്. എനിവേ, അപ്പൊ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാഫിങ് ഗമീറ്റ്സ് ആകുമ്പോഴത്തേക്കും അതിന്റെ ഹാഫിങ് നടക്കുന്നതുകൊണ്ടാണ് അടുത്ത ജനറേഷനിലും ആ കറക്റ്റ് സ്പീഷീസ് നമ്പർ N2N നമ്പർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. 2N ആയിരിക്കുന്ന സൊമാറ്റിക് സെൽസിനെ ഗമീറ്റ്സ് ആകുമ്പോഴത്തേക്കും N ആക്കി മാറ്റുന്നു. അപ്പൊ സ്പേമിന്റെ എന്നും എഗിന്റെ എന്നും കൂടെ ചേർന്ന് അത് 2N സൈഗോട്ടിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഗമറ്റോജെൻസിസ് നടക്കുന്നുണ്ട്, ഹാഫിങ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ഗുണം എന്താണ്? വേരിയേഷൻ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്, അല്ലെ? വേരിയേഷൻ, ജനറ്റിക് വേരിയേഷന് ഒരു സാധ്യതയാണ്
ഗമറ്റോജെനസിസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന വഴി വേരിയേഷൻ ഉള്ളൊരു സാധ്യത കൂടി ആണ്. എങ്ങനെയാണ് വേരിയേഷൻ നടക്കുന്നത്? ഓരോ എന്നിലും ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആണ് കാണുന്നത്. അങ്ങനെ വേരിയേഷൻ, സ്പീഷീസ് വേരിയേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണ് ഫ്രം എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമുക്ക് അറിയാം. അപ്പൊ വേരിയേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ യു ക്യാൻ either chat or unmute yourself and tell me what portions are not clear. ഇന്നത്തെ ക്ലാസ് ഞാൻ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് നൗ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഡൗട്ട് വല്ലതും ഉണ്ടോ അതോ ഇല്ലയോ? ഡൗട്ട് ഇല്ല മിസ്സേ. പറഞ്ഞോ പറഞ്ഞോ. കേൾക്കാം. ഓക്കെ, ഡൗട്ട് ഇല്ല. സോ ഫാർ ഇസ് ഇറ്റ് ക്ലിയർ? കാരണം ഇത് ഈ ഒരു ഭാഗം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ലൈവ് ക്ലാസ്സും കൂടെ റെക്കമെൻഡ് ചെയ്തേ. കുറച്ച് ക്ലാസ്സുകൾ ലൈക്ക് ദിസ് ഞാൻ ലൈവ് ക്ലാസ് വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. റീപ്രൊഡക്റ്റീവ് ബയോളജിയിലെ ഒരു 2 or 3 ക്ലാസ് ലൈവ് ക്ലാസ് വേണ്ടി വരും. അതുപോലെ ഇമ്മ്യൂണോളജിയിലെ 3-4 ക്ലാസ് ലൈവ് വേണ്ടി വരും. ഓക്കെ, കാരണം റെക്കോർഡഡ് മാത്രമായ ഐ ഡോണ്ട് നോ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ലൈവ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ലൈവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഇത് എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ലൈവിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ഇന്ന് ലൈവ് ക്ലാസ് ആസ് സച്ച് നമ്മൾ ഇന്നാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. സോ ഇഫ് യു ആർ കംഫർട്ടബിൾ വിത്ത് ഇറ്റ്, നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ, അത്യാവശ്യം വേണ്ട ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്. കാരണം ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും കയറിയിട്ടില്ല, കുറച്ച് പേര് മിസ്സിംഗ് ആണ്. ബട്ട് സ്റ്റിൽ എന്റെ റെക്കോർഡിന് ഞാൻ അവൈലബിൾ ആക്കാം. സോ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സസ് ഇപ്പൊ നമുക്ക് അല്ലാണ്ട് പറഞ്ഞാൽ എങ്ങനെ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യത എനിക്ക് തോന്നുന്ന ചില ക്ലാസ്സസ് ഡെഫിനറ്റ്ലി ഞാൻ ഗൂഗിൾ മീറ്റിൽ ഇതുപോലെ നിങ്ങളെ മുന്നറിയിച്ചിട്ട് എടുക്കാം. ഓക്കെ, ഫൈൻ. അപ്പോ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഇഫ് ദർ ഇസ് നോ മോർ ഡൗട്ട്സ്, ഒരു ചെറിയ അസൈൻമെന്റ് which is the actual genetic section of sperm. Genetic section of sperm എന്ന് പറയുന്നത് ഹെഡ്, സ്പേമിന്റെ ഹെഡ് റീജിയൻ ആണ്. ഹെഡ് റീജിയൻ ന്യൂക്ലിയസ് ഉള്ള ഭാഗമാണ് ആക്ച്വൽ റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ബാക്കിയൊക്കെ ഫെർട്ടിലൈസേഷനിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഓവം വരെ എത്തിക്കാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ബാക്കിയൊക്കെ. ഞാൻ പറഞ്ഞു എന്റെ മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ കിടക്കണേ അല്ലേ? മൈറ്റോകോൺട്രിയ ഉണ്ടെങ്കിൽ എനർജി ഉണ്ടാവുള്ളൂ, എനർജി ഉണ്ടെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ താഴെ ഭാഗത്ത് ഉള്ളത് ടെയിലാണ് അഥവാ ഫ്ലജെല്ലമാണ്. ഫ്ലജെല്ലം ഉണ്ടെങ്കിൽ അതിന്റെ മോട്ടിലിറ്റി പോസിബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഹോപ്പ് മൈ സ്പീഡ് ഇസ് ഫൈൻ. ഞാൻ ഈ 1 hour ടൈമിൽ നിങ്ങളെ ഇതിന്റെ ഒരു ഓവർവ്യൂ തരണം എന്നുള്ളത് കൊണ്ടാണ്. അധികം നേരം ഇത് പിടിച്ചിരിക്കാൻ നിങ്ങൾക്ക് നെറ്റിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ ഞാൻ നീങ്ങിയത്. സ്പീഡ് ഓക്കെ ആയിരുന്നോ? ക്ലാസ് എടുക്കണേക്കാളും ഇച്ചിരി സ്പീഡിലാണ് ഞാൻ നീങ്ങിയത്. ഒന്ന് ആരെങ്കിലും പറയൂ, സ്പീഡ് ഓക്കെ ആയിരുന്നോ? ഓക്കെ ആയിരുന്നു മിസ്സേ. ഓക്കെ ആയിരുന്നു, ഫൈൻ. അന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ ഇന്നത്തേത്? യെസ് മാം, ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ ശരി, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ നോട്ട്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ അറ്റാച്ച് ചെയ്തിട്ടില്ല, അത് ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. അതും കൂടെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ബാക്ക്. ഓക്കെ, ഒരു ചെറിയ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞിരുന്നു, ക്രോമസോം നമ്പർ, അത് ഒന്ന് അയച്ചിട്ടേക്ക്, വാട്സപ്പ് ചെയ്തേക്ക്. ഓക്കെ, ഫൈൻ. അപ്പൊ എന്റെ ചെയ്യുവാണ് കേട്ടോ. ബൈ മിസ്. ശരി, താങ്ക് യു.